ഹാലലുയ ഹാലലുയ. അബ്ബാ പിതാവേ, സ്വർഗത്തിലെ ദൈവമേ, പുണ്യതമ്പുരാനെ, ഞങ്ങൾ ഈ സമയത്ത് അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുന്ന അപ്പ, അവിടുത്തെ ഞങ്ങളുടെ ഹൃദയങ്ങൾ കാണുന്നല്ലോ അപ്പ. ഞങ്ങൾ ദൈവമേ ദാഹത്തോടെ വചനം കേൾക്കുവാൻ ഓടി വന്നിരിക്കുന്നപ്പ, അവിടുന്ന് ദൈവമേ ഞങ്ങളെ നിറയ്ക്കണേ അപ്പ. അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന രക്ഷയുടെ വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ച് കർത്താവെ, നിത്യജീവനെ ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നതെന്ന് കർത്താവെ വചനം പറയുന്നല്ലോ അപ്പ. വചനം കൊണ്ട് കർത്താവെ പ്രത്യാശയാലും ഞങ്ങളെ നിറയ്ക്കണേ അപ്പ. ആ വചനം കേട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ അതിനനുസരിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കുവാൻ അവിടുന്ന് കൃപ തരണേ. ഈ സമയത്ത് ഞങ്ങൾക്ക് അതിനുള്ള അവസരം അവിടുന്ന് ഒരുക്കി തന്നല്ലോ അപ്പോൾ അനേകർ ആഗ്രഹിക്കുന്ന കർത്താവെ, അവർക്ക് കടന്നു വരുവാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ ഞങ്ങളെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. അവിടുത്തെ പുത്രനാലും ഞങ്ങൾക്ക് തന്ന രക്ഷയ്ക്കായിട്ട് സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. ഈ സന്ധ്യാസമയത്ത് അപ്പ അവിടുത്തെ വചനം കൊണ്ട് നിറയ്ക്കണേ അപ്പ. ദൈവമേ, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നത് പറയുന്നല്ലോ, വചനം പറയുന്നല്ലോ അപ്പ. ആ ജീവിക്കുന്ന വചനം കർത്താവെ ഞങ്ങൾക്കത് ജീവിപ്പാൻ അവിടുത്തെ സഹായിക്കണേ ദൈവമേ. അപ്പായിലൂടെ ഞങ്ങൾക്ക് വേണ്ടിയ വചനത്തെ അവിടുന്ന് കേൾപ്പിക്കണേ അപ്പ. ഈ സമയത്ത് ദൈവമേ ഞങ്ങളുടെ സകല ദൈവമേ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം മാറ്റി വെക്കുന്നു അപ്പം നിങ്ങളിലേക്ക് നോക്കുവാൻ, ഞങ്ങളിൽ നിന്ന് ശ്രദ്ധയെ തിരിച്ച് അങ്ങയിലേക്ക് നോക്കുവാൻ, അവിടുത്തെ പുത്രനിലേക്ക് നോക്കുവാൻ, അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ആ കണ്ണുകളിൽ കൂടെ ദൈവമേ അങ്ങേ ഒന്ന് കാണുവാൻ, ആ വചനത്തിൻ്റെ കണ്ണുകളിൽ കൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് കാണുവാൻ വേണ്ടിയെടുത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ അപ്പം അവിടുന്ന് സഹായിക്കണേ ദൈവമേ. അതിനായിട്ട് ഈ സമയം അവിടുന്ന് കർത്താവെ ഞങ്ങൾക്ക് മാറ്റി തന്നിരിക്കാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പം. ഞങ്ങൾ കർത്താവെ ഹൃദയ വിചാരങ്ങളും ആവശ്യങ്ങളും ഭാരങ്ങളും എല്ലാം അങ്ങ് അറിയുന്നല്ലോ അപ്പം. അവിടുന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേലെല്ലാം മഞ്ഞു മഴയായി മാറാമേ അപ്പം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശുവിൻ നാമത്തിൽ തന്നെ. ജീവനുള്ള പാട്ടുകളെ പാടി കർത്താവിനെ ആരാധിക്കാം. 53-ാമത്തെ പാട്ട്. എൻ്റെ ദൈവമെല്ലാം നാളും അനന്യൻ തന്നെ, എൻ്റെ ദൈവമെല്ലാം നാളും അനന്യൻ തന്നെ, ഏഴകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാ, ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. ഏഴകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാൽ, ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. നാവുപോലെ വർണ്ണിച്ചിടാം നന്മ ഓരോന്നായി, നീ കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നപ്പാ. നാവുപോലെ വർണ്ണിച്ചിടാം നന്മ ഓരോന്നായി, നീ കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നപ്പാ. എൻ്റെ ദൈവമെല്ലാം നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിച്ചിറകാടിയിൽ. എൻ്റെ ദൈവമെല്ലാം നാളും അണച്ചിടുമാനുദിനം ചിറകാടിയിൽ. കഷ്ടനഷ്ടരോഗ ദുഃഖം വന്നിടും നേരം, ഇഷ്ടമായ ഗേനാമേശു അജപമേകോ. കഷ്ടനഷ്ടരോഗ ദുഃഖം വന്നിടും നേരം, ഇഷ്ടമായ ഗേനാമേശു അജപമേകോ. കഷ്ടതയേറ്റ പ്രിയൻ കൂടെ ഉള്ളതാ, ധൈര്യമായി നാഥൻ പാറയിൽ. കഷ്ടതയേറ്റ പ്രിയൻ കൂടെ ഉള്ളതാൽ, പോയിടാൻ ധൈര്യമായി നാഥൻ പാറയിൽ. എൻ്റെ ദൈവമെല്ലാം നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിച്ചിറകാടിയിൽ. എൻ്റെ ദൈവമെല്ലാം നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിച്ചിറകാടിയിൽ. എന്ന് കേൾക്കും പ്രിയ ശബ്ദം വാനവീരാവിൽ, അന്നു മാറും എൻ്റെ കണ്ണീർ സമ്പൂർണമായി. എന്ന് കേൾക്കും പ്രിയ ശബ്ദം വാനവീരാവിൽ, അന്നു മാറും എൻ്റെ കണ്ണീർ സമ്പൂർണമായി. മണിയാറാവാസം ഭൂവിലാരംഭിച്ചിടാ,
വാഞ്ചിക്കുന്നെന്റെ ഉള്ളം ദീനമായി ഏറവാസം കോവിലാരംഭിച്ചിടാൻ വാഞ്ചിക്കുന്നെന്റെ ഉള്ളം ദീനമായി എന്റെ ദൈവമെല്ലാം നാളും അനന്യൻ തന്നെ അണച്ചിടുമാനുദിന ചിറകടിയിൽ എന്റെ ദൈവമെല്ലാം നാളും അനന്യൻ തന്നെ അണച്ചിടുമാനുദിന ചിറകടിയിൽ. 69-ാമത്തെ പാട്ട്. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തോ നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തോ നടത്തിയിടുന്നവൻ. എണ്ണിയാ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തോ നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തോ നടത്തിയിടുന്നവൻ. നായകനവൻ നമുക്കു മുമ്പിലായി നൽവഴികളെ നിരത്തിടുന്നവൻ. നായകനവൻ നമുക്കു മുമ്പിലായി നൽവഴികളെ നിരത്തിടുന്നവൻ. നന്ദിയാ പാടിഞ്ഞ നല്ലവൻ യേശുവേ, നാടെങ്ങും ഘോഷിക്കും നിന്മകാ സ്നേഹത്തെ. നന്ദിയാ പാടിഞ്ഞ നല്ലവൻ യേശുവേ, നാടെങ്ങും ഘോഷിക്കും നിന്മകാ സ്നേഹത്തെ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തോ നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തോ നടത്തിയിടുന്നവൻ. പ്രിയരവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പ്രിയരവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപയേകുമേൻ പൈതലേ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപയേകുമേൻ പൈതലേ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തോ നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തോ നടത്തിയിടുന്നവൻ. താമസമില്ല എൻ കാന്തൻ വരാറായി, കാഹളധ്വനി എൻ കാതിൽ കേൾക്കാറായി. താമസമില്ല എൻ കാന്തൻ വരാറായി, കാഹളധ്വനി എൻ കാതിൽ കേൾക്കാറായി. കണ്ണുനീരില്ലാത്ത നാട്ടിൽ ഞാൻ എത്തിടും, ആർത്തിടും പാടിടും ദൂതരോടൊന്നിച്ച്. കണ്ണുനീരില്ലാത്ത നാട്ടിൽ ഞാൻ എത്തിടും, ആർത്തിടും പാർത്തിടും ദൂതരോടൊന്നിച്ച്. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തോ നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തോ നടത്തിയിടുന്നവൻ.
നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നേശു നായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശു നായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. 87. ലോകത്തിലേക്ക് യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. ലോകത്തിലേക്ക് യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. വേണ്ടായി ലോകായിമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോകായിമ്പം പ്രിയനേ നീ മതി. എന്നും പാട്ടിപ്പാടും ഞാൻ, എന്നും പാട്ടിപ്പാടും ഞാൻ. ലോകത്തിലേക്ക് യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. ഊറ്റവരായിരുന്നവർ ദോഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതർ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. വീശക്തിയാല നിത്യവും, വീശക്തിയാല നിത്യവും. ലോകത്തിലേക്ക് യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. ലോകത്തിലേക്ക് യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം തേടിയ പാപിയാമെന്നെ. ഓടുന്ന ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. ഓടുന്ന ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. മാറുവാനാവതല്ലേ നീ, മാറുവാനാവതല്ലേ നീ. ലോകത്തിലേക്ക് യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. ലോകത്തിലേക്ക് യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. മാറായുണ്ടി മരുവതിൽ സാരമില്ല മാറായ നാഥനമേശു. മാറാത്ത വാക്കു തന്നാൽ മാറുമോ ആയവൻ. മാറാത്ത വാക്കു തന്നാൽ മാറുമോ ആയവൻ. മാറാമധുരമാക്കിടോ, മാറാമധുരമാക്കിടോ. ലോകത്തിലേക്ക് യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. ലോകത്തിലേക്ക് യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. വിശ്വാസക്കപ്പത്താഴുമോ ഈ ഉലകിലേശന്യമൂലനേറുന്നേ. ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും. വിശ്വാസനായക പ്രിയ, വിശ്വാസനായക പ്രിയ.
ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസപ്പോരി നിൽക്കുവാൻ. പാത്മോസിലെത്ര ഞാൻ അനേകനായി പാർക്കണം, പാത്മോസിലെത്ര ഞാൻ അനേകനായി പാർക്കണം. വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ ലോകത്തിലേക യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. ലോകത്തിലേക യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകായിമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോകായിമ്പം പ്രിയനേ നീ മതി. എന്നും പാട്ടിപ്പാടും ഞാൻ, എന്നും പാട്ടിപ്പാടും ഞാൻ. ലോകത്തിലേക യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. ലോകത്തിലേക യാത്രയാം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും. സങ്കീർത്തനം 56. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ ഇടവിടാതെ പൊരുതു എന്നെ ഞെരുക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ദൈവത്തിന്റെ വചനത്തെ പുകഴ്ത്തും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് ചെയ്യുവാൻ കഴിയും. ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കൂട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. പോലെ അവർ എൻ്റെ നാടുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. അത് നിന്റെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാർപ്പിക്കും. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ദൈവമേ, സ്തുതിയോഗ്യമാണോ? പാലിക്കുമോ? ദൈവത്തിന് സ്തോത്രം. സന്ധ്യാസമയത്ത് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്നിച്ചടുത്ത് വന്ന് ഈ 56-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കുവാനും അത് മനസ്സിലാക്കുവാനും ദൈവം തന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അവരിൽ തൻ്റെ വചനത്താൽ അനുഗ്രഹിക്കുവാനാകട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 56-ാമത്തെ സങ്കീർത്തനം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഇതേപ്പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താണ് ഇത് എഴുതുവാനുണ്ടായ ദാവീദിനെ പ്രേരിപ്പിച്ചതായ കാര്യം ഇതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ ദാവീദ് ഗത്തിൽ ഒരിക്കൽ ഓടിപ്പോയി പാർക്കുകയാണ്. ഫെലിസ്ത്യരുടെ ദേശമാണ് ഗത്ത്. അവിടെ പോയി ദാവീദ് പാർക്കുകയാണ്. ശൗലിനെ ഭയപ്പെട്ട് ഗത്തിൽ പോയി ദാവീദ് പാർക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ആ ഹെഡിങ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? സ്വർണ്ണഗീതം. ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ച്. അവിടെ നോക്കിക്കേ, ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവം. നമ്മുടെ കർത്താവിനെ പോലെ മിണ്ടാതിരിക്കുകയാണ് അവൻ ഗത്തിൽ. ദാവീദിന്റെ കഴിവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
ദാവീദിനെ ഭയം ആദ്യകാലങ്ങളിൽ വെല്ലുവില്ലായിരുന്നു. ഗോലിയാത്തിന്റെ നേരെ ഒറ്റയ്ക്ക് അവൻ പാഞ്ഞു ചെന്നതാണ്, ഗോലിയാത്തിനെ തോൽപ്പിച്ചതാണ്. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണെങ്കിലും ഈ അവസരത്തിൽ ദാവീദ് വല്ലാതെ ഭയപ്പെട്ടു എന്നാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു വചനത്തെ ആസ്പദമാക്കി നമുക്ക് അല്പകാര്യങ്ങളെ ഒന്ന് പഠിക്കാം. 3-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴ്ത്തും. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദാവീദ് ഗത്തിലായിരിക്കുമ്പോൾ വല്ലാതെ ഭാരപ്പെട്ട് വല്ലാതെ ഭയപ്പെട്ടു പോയി. ഏത് സമയത്തും ആര് പിടിക്കും? ശൗല് പിടിക്കും. പിടിച്ചാൽ ശൗല് കൊന്നുകളയും. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ദാവീദ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുന്ന ദാവീദ് പറയുന്നത്. ദാവീദ് പറയുന്നത് ഒരിക്കലും ഭയപ്പെടുകയില്ലെന്നല്ല, മറിച്ച് ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. നമ്മുടെ ജീവിതത്തിലേക്കും നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു ആഴമേറിയ വിശ്വാസം നമുക്കും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഭയം വരും. ഭയം വരുന്നത് വിശ്വാസമില്ലായ്മയുടെ ഒരു കാര്യത്തിലല്ല, ഭയത്തിൻ്റെ സമയത്ത് നാം ആരിൽ ആശ്രയിക്കും എന്നതിലാണ് പ്രധാന കാരണം. ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, പക്ഷേ എങ്കിൽ ഭയം വരുന്ന സമയത്ത് നമ്മൾ ആരിലാണ് ആശ്രയിക്കുന്നത്? ദാവീദ് ഇവിടെ ആശ്രയിച്ചത് തൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ. ഒരു പ്രത്യാശ അവൻ ദൈവത്തിൽ വെച്ചു. എൻ്റെ ദൈവം എന്നെ ഇതിൽ നിന്നും വിടുവിക്കും എന്നവൻ ഉറച്ച് വിശ്വസിച്ചു. ഭയം വരുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനവധി പ്രാവശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. രോഗം വരുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന് നമ്മളെ വല്ലാതെ ഞെരുക്കി കഴിയുമ്പോൾ നമ്മൾ പേടിച്ചേക്കാം. കുടുംബ പ്രശ്നങ്ങൾ, ഭാവിയെ പറ്റിയുള്ള ആശങ്ക, ഇതൊന്നും വേണ്ട. എന്നെ ഇപ്പം പേടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ ഈ പള്ളിയിലൊക്കെ പോകുന്നു, ഇവിടെയും വരുന്നു, പള്ളിക്കാരെല്ലാം കൂടെ കൂടി നമ്മളെ പിടിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട്. ഈ ഒരു ഭയം എൻ്റെ മനസ്സിലുമുണ്ട്. അപ്പോൾ ഭയമില്ലാത്ത മനുഷ്യൻ വളരെ കുറവാണ്. സഭയുടെ പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ ഭയപ്പെടാറുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ എന്താണ്? അതിപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക. അനവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. എൻ്റെ പ്രശ്നങ്ങളല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ. നിങ്ങളുടെ പ്രശ്നങ്ങളല്ല അടുത്തിരിക്കുന്ന മറ്റൊരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ പ്രശ്നങ്ങൾ. നമ്മുടെ ഈ പ്രശ്നങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരും. ദാവീദിന് അനവധിയായ പ്രശ്നങ്ങളുണ്ടായി എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ ദാവീദ് തൻ്റെ പ്രശ്നത്തിന് പരിഹാരകനായ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. അതൊരു തീരുമാനമാണ്, അല്ലേ? ദാവീദ് പറയുക, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ആശ്രയിക്കുക എന്ന് പറയുന്നത് ഒരു തീരുമാനം. ഒരു ഉദാഹരണം കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം. ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുക എന്നുള്ളതിൻ്റെ യഥാർത്ഥ മീനിങ് എന്തോ? ഒരപ്പച്ചൻ തൻ്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് കണ്ടത്തിൻ്റെ വരമ്പേ കൂടി ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. ഒരു വളവുണ്ട് മുന്നിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നടന്നു പോകുന്ന കുഞ്ഞിന് ആരെയും ഭയമില്ല. അപ്പച്ചൻ പുറകിലുണ്ട്. അതുകൊണ്ട് അവൻ മുന്നേ പോവുക. ഒരു 10-20 അടി അവൻ മുന്നിൽ ഓടി പോവുക. അപ്പം അപ്പച്ചൻ അവനോട് പറഞ്ഞു, മോനേടാ നീ ഓടിപ്പോകാതെ, നിനക്ക് എന്തെങ്കിലും കണ്ട് നീ പേടി? ഇല്ല, എനിക്കൊരു പേടിയില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ അപ്പനിൽ ആശ്രയിച്ച് നടന്നു പോവുകയാണ്. ഒരു വളം അങ്ങോട്ട് തിരികെയും വഴിയിൽ ഒരു പശു നിന്നു. അവൻ എന്ത് ചെയ്യുമെന്നറിയോ? പശുവിനെ നോക്കിയിട്ട് അവൻ ഒരു ഒറ്റ ചാട്ടത്തിന് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അപ്പൻ്റെ വെളിയിൽ കയറിയിരിക്കും. അപ്പോൾ അവൻ്റെ ഭയം മാറും. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ പേടിക്കാതിരിക്കുകയില്ല, പക്ഷേ പേടിക്കുന്ന സമയത്ത് നമ്മളെ വാരിയെടുക്കുവാൻ ശക്തനായ ഒരപ്പൻ നമുക്കുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഭാരം നമ്മളെ കിട്ടുന്നില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണമെന്നാണ് നമ്മളെ ഈ വേദവചനങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ നിന്നിൽ ആശ്രയിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ വചനത്തിൽ ആശ്രയിക്കുമെന്നാണ്. ഞാൻ നിന്നിൽ ആശ്രയിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ ഈ വചനത്തിൽ ഞാൻ ആശ്രയിക്കുമെന്നാണ്. നമുക്കിപ്പോൾ ആശ്രയിക്കാൻ ഈ വചനമാണുള്ളത്. നമ്മുടെ ഹൃദയങ്ങൾ ഭാരപ്പെടുമ്പോൾ, പ്രശ്നത്തിൽ ചെന്ന് അകപ്പെടുമ്പോൾ വചനമെടുക്കുക. അതിൽ നമുക്ക് ആവശ്യമായ ദൈവിക ദൂത് നമുക്ക് ദൈവം തരും. അതിലൂടെ നാം ധൈര്യപ്പെടുക. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. സമീപമായ വചനം നമ്മുടെ വായിലിരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. അപ്പം സമീപസ്ഥമായ ഈ വചനത്തിൽ നാം എപ്പോഴും ആശ്രയിക്കണം. ഇവിടെ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഭയം മാറിയതിന് ശേഷമല്ല ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചത്. ഭയത്തിൻ്റെ ഇടയിലാണ് ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചത്. ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഭയം വരുമ്പോഴോ ഭയത്തിൻ്റെ ഇടയിലോ ആണോ എന്ന് ചോദിച്ചാലല്ല.
ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദാവീദ് എന്നും യഹോവയിൽ ആശ്രയിക്കും. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നവരാണ്, കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഓർക്കണം, വല്ലാത്ത ഒരു ആദി, ഒരു ഭീതി നമ്മളെ പിടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദൈവസന്നിധിയോട് കൂടുതൽ അടുത്ത് ചെന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ പ്രശ്നങ്ങൾക്ക് മേൽ നീ ഒരു പരിഹാരകനായിരിക്കണമെന്ന് നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിലൂടെ സഞ്ചരിക്കാൻ, ആ ഒരു ബലത്തിൽ നടപ്പാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചു, പേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഭയപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങളിൽ ഒരാൾ പറഞ്ഞിരിക്കും. അതൊക്കെ വെറുതെ പറയുന്നു. ദാവീദ് ഭയപ്പെട്ട കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞു കേൾപ്പിച്ചു. നിങ്ങൾക്ക് ഇനി ആരുടെ കാര്യം അറിയേണ്ടത്? ഞാൻ വേദപുസ്തകത്തിൽ മൊത്തം തപ്പി നോക്കും. ഭയപ്പെടാത്ത ഒന്നോ രണ്ടോ പേരുണ്ട്, അവരെ പറ്റി കൂടുതൽ വേദപുസ്തകത്തിൽ വിവരിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. അബ്രഹാം, ദൈവനോട് പറയും, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ഭയപ്പെട്ടു. ഇനി മോശ പറയുകയാണ്, ഈ ഫറവോൻ എന്നെ കൊല്ലും, ഞാൻ ഓടിപ്പോകും. ഓടി. നീ ആരുടെ കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഞാൻ റെഫറൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇക്കാര്യം കേട്ടപ്പോൾ ഫറവോൻ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. എന്നാൽ മോശ ഫറവോന്റെ സന്നിധിയിൽ നിന്നും ഓടിപ്പോയി. എന്തുകൊണ്ടാണ് ഓടിപ്പോയത്? പേടിച്ചു പോയി. യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 9-ാം വാക്യം പറയുക, നിങ്ങൾക്ക് യോശുവയെ അറിയാം. സൂര്യ നീ എവിടെയാണ് നിൽക്കേണ്ടത്? ഗിദിയോനിലും. ചന്ദ്ര നീ അയ്യാനോനിൽ നിൽക്ക എന്ന് പറഞ്ഞ യോശുവ വല്ലാതെ പേടിച്ചു പോയി. യോശുവയോട് ദൈവം പറയുന്നൊരു ഭാഗമുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെയുള്ളത് കൊണ്ട് നീ ധൈര്യവും ഉറപ്പുമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെവിടെയാ പറഞ്ഞത്? യോശുവയോട് എപ്പോഴാണ് ദൈവം പറഞ്ഞത്? നീ ഭയപ്പെടരുത്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വാചകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് മുമ്പ് യോശുവയാണ് പറഞ്ഞിട്ടുണ്ട്, നീ ഭയപ്പെടരുത്. ദൈവം നമ്മളോട് എപ്പോഴും പറയുകയാണ്, നീ ഭയപ്പെടരുത്. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ വേദപുസ്തകത്തിനകത്ത് 365 പ്രാവശ്യം ഭയപ്പെടരുതെന്ന് എഴുതിയിട്ടുണ്ടെന്നാണ്. ഞാനിത് മുഴുവൻ റെഫർ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. 365 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഈ ഭയപ്പെടരുത് എന്ന വാക്യം ദൈവം യോശുവയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 31:8 അത് മോശ പറഞ്ഞതാണ്. പുറപ്പാട് പുസ്തകം 31:8 അത് മോശ പറഞ്ഞതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട്. ഇതൊന്നും വേണ്ട. ബൈബിളിലെ ഏറ്റവും ശക്തനായ പ്രവാചകനാണ് ആരാണ്? ഏലിയാവ്. ഏലിയാവിൻ്റെ കഥ നിങ്ങൾക്കറിയാം. ഏലിയാവിനെ കാണുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത്, തിശ്ബ്യനായ ഏലിയാവ് ഒരു ദിവസം ഇങ്ങനെ നടന്നു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവൻ ആഹാബിന്റെ രാജസന്നിധിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് ഈ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ആഹാബിനോട് നേരിട്ട് പറയും. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ പറഞ്ഞ ഏലിയാവ് ധൈര്യത്തോടെ നടന്നു പോകുമ്പോൾ ഏലിയാവ് ചെന്നിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് ആഹാബിന്റെ പ്രവാചകന്മാരെ വെട്ടിക്കൊല്ലാം. അങ്ങനെ ഏലിയാവ് ആഹാബിന്റെ പ്രവാചകന്മാരെ ചെന്ന് വെട്ടിക്കൊന്നത് കേട്ടിട്ട് ഏലിയാവിന്റെ ഭാര്യയായിരുന്ന ഇസബൽ അവൾ എന്ത് ചെയ്തു ചോദിച്ചാൽ, തൻ്റെ പട്ടാളക്കാരോട് പറഞ്ഞു, ഞാനൊരു കാര്യം അവനെ അറിയിക്കണം. ഇക്കാര്യമാണ് ഇസബൽ ഏലിയാ പ്രവാചകനെ അറിയിക്കുന്നത്. നാളെ ഈ നേരത്ത് നിന്റെ തല ഈ നിലത്ത് ഉരുളും. അത് കേട്ട ഏലിയാ പ്രവാചകൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനെ ഒരിടത്ത് കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് ഓടി ബർശബ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്ന ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും. ഇതിനു മുമ്പ് പുള്ളി ഒന്ന് പോയിരുന്നതാണ് ഇതുപോലൊരു സ്ഥലത്ത്. അവിടെ പോയിരുന്നപ്പോൾ കാക്കയാണ് ഏലിയാവിന് ആഹാരം കൊണ്ട് കൊടുത്തത്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഏലിയാവിന് ആഹാരം കൊണ്ട് കൊടുക്കുന്നത് കാക്കയല്ല, അബ്രാനായ ദൈവം. അവനെ പൊട്ടി എഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കുകയാണേ, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? എഴുന്നേറ്റുക. അവനത് തിന്ന് ധൈര്യപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഏറി വരും, രോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ കർത്താവിൻ്റെ മുൻപാകെ ചെന്നിട്ട് നമ്മൾ സങ്കടത്തോടെ കർത്താവിനോട് പറയണം, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി നീ മാത്രമാണ്. അത് നമ്മൾ ഉറപ്പോടെ ദൈവത്തോട് പറയണം. മനുഷ്യനിൽ ഞാൻ ആശ്രയിക്കുന്നില്ല കർത്താവ്. കാരണം എല്ലാ മനുഷ്യനും എന്നെ വിട്ട് മാറിപ്പോകും. അത് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാവരും എന്നെ വിട്ട് മാറിപ്പോകും. എന്നെ വിട്ട് മാറിപ്പോകാത്ത, എന്നെ സ്നേഹിക്കുന്ന ഒരു പശു എൻ്റെ മുന്നിൽ കുത്താൻ ഓടി വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് കയറുന്നത് എൻ്റെ ശരീരത്തിലേക്ക്.
നീ എന്നെ എടുത്ത് ലാളിച്ച് നടത്തുന്ന ദൈവമാകൊണ്ട് ഞാൻ ഒരു നാളും ഭയപ്പെടുകയില്ല എന്ന ദൈവത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 16:33 കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിലേക്ക് നമുക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും, ആരെയും ഭയമില്ല. നിങ്ങളും ഭയപ്പെടരുത്, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. 1 യോഹന്നാൻ 5:4 ഇങ്ങനെയാ പറയുന്നത്, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ വിശ്വാസത്തിലൂടെ നമ്മൾ ഇത് നേടിയെടുക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം 1 യോഹന്നാൻ 4:4 പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തെ കഴിഞ്ഞും വലിയവനല്ലോ. നമ്മളിലുള്ളവൻ ലോകത്തെ കഴിഞ്ഞും വലിയവനാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിച്ചു. ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, the one who is in you is greater than the one who is in the world എന്ന് എഴുതി. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിൽ നടക്കുന്നവനെ കഴിഞ്ഞ് വലിയവൻ. ആരാ ലോകത്ത് നടക്കുന്ന? നമ്മളെ ഭയപ്പെടുത്തുന്നവൻ പിശാചാണ്. നമ്മളെ ഭയപ്പെടുത്തുന്നവൻ പിശാചാണ്. അവൻ നിങ്ങളിലുള്ളവനെ കഴിഞ്ഞും ചെറുതാണ്. നിങ്ങളിലുള്ളവൻ അവനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണ ശക്തിയുള്ളവനാണ്. അവനെ ആശ്രയിച്ചാൽ നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ട ഈ ദൈവവചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്റെ അടുത്ത് വരുമ്പോൾ കർത്താവെ, ഞങ്ങൾ മനുഷ്യരാകുന്നുവെന്ന് നീ അറിയുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെ ഞങ്ങളെ കഴിഞ്ഞ് നല്ലവണ്ണം അറിയാവുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ പാദപീഠത്തിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളിവിടെ വായിക്കുന്നത്, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തി ആക്കി വെക്കണം. എൻ്റെ ഉഴൽച്ചകൾ എന്ന് പറഞ്ഞാൽ ഉഴുന്നു നടക്കുക എന്നല്ല. എൻ്റെ ഉഴൽച്ചകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വേദനകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ എല്ലാം അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. നീ എൻ്റെ കണ്ണുനീരിനെ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കുന്ന ദൈവമാണ്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കാതെ എന്നെ നടത്തുന്ന എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. യശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു എന്ന് യാക്കോബയെ നീ പറയുകയും ഇസ്രായേലിൽ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നമ്മുടെ വഴി കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അവൻ നമ്മുടെ വഴിയെ അറിയുന്ന ദൈവമാണ്. കാരണം നാം അവൻ്റെ വചനത്തിൽ പുകഴും. അവൻ്റെ വചനം എന്നെ നേർവഴി നടത്തുന്നു, എനിക്ക് ധൈര്യം പകരുന്നു. ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ അതിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ കർത്താവിനെ ഒരു നാളും കൈവിടുകയില്ല. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരോട് ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഒരു കാര്യം പറഞ്ഞിരുന്നു, കുഞ്ഞുങ്ങൾ വേദവാക്യങ്ങൾ വന്ന് പറയണമെന്ന്. ഇന്ന് ക്രിസ്തുട്ടനൊക്കെ പറയുമോ ഒരു ബൈബിൾ വാക്യം? സങ്കീർത്തനം 103:19. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. യോഹന്നാൻ 15:3. ഞാൻ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു.
മയങ്ങിയില്ല, ഉറങ്ങിയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് തണൽ. അവൻ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ വായിക്കുകയില്ല. യഹോവ ദോഷം നിൽക്കണമെന്നും നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ ആമത്തെ എന്നുപോലെ എന്നേക്കും പരിപാലിക്കും. റെഡിയാണോ? അടുത്ത ആഴ്ച പറയൂ. പറഞ്ഞിട്ടൊന്നും വരാതിരിക്കരുത്. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മോനാച്ചൻ കടന്നു വന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് കുളത്തുങ്കലെ മോളാൻ്റിയുടെയും കുഞ്ഞുവൻഷാൻ്റെയും ഇപ്പം ഇവിടെ നിന്ന് കൊച്ചുമക്കളുടെ ക്രിസ്കോട്ടിൻ്റെയും ക്രിസ്റ്റോക്കുട്ടിൻ്റെയും ബർത്ത്ഡേ ആണ് നാളെ നാളെഴിഞ്ഞുമായിട്ട്. ഒരു പ്രത്യേകം ലഡുവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നമുക്ക് അനുഗ്രഹിക്കാം അല്ലേ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്കോട്ടിനെയും ക്രിസ്റ്റോക്കുട്ടിനെയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ റോഷൻ്റെ ഭാര്യ ലിജി തലവേദനയാൽ മുഖത്തൊക്കെ നീരായിട്ട് വീട്ടിലിരിക്കുകയാണ്. ലിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ പ്രാർത്ഥന, അവർ രണ്ടുപേരും കുടുംബത്തോടെ ഈ ആഴ്ച മടങ്ങിപ്പോവാണ്. വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അവരുടെ യാത്രയിൽ കർത്താവിൻ്റെ കരം കൂടി ഇരുന്ന് അനുഗ്രഹിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. നടുവിൻ്റെ വേദനയാൽ ഭാരപ്പെട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുന്ന ജിബിച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിപൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്ത് മകനെ അനുഗ്രഹിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, ആശ്രയിടുന്നേ അല്ലാതെന്നിൽ യേശുവും നന്മയില്ലേ, അല്ലാതെന്നിൽ യേശുവും നന്മയില്ലേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹത്തിൻ്റെ ഈ ദിവസത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പോൾ പാടുവാനും പ്രാർത്ഥിപ്പാനും സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുവാനും അവിടുന്ന് തന്ന കൃപയ്ക്കായി സന്തോഷത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പൻ്റെ കുരുന്നുകളായ മക്കൾ അപ്പൻ്റെ വചനത്തെ അവിടുന്ന് വായിട്ടൊരാതെ പതനേനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവയിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും അപ്പൻ്റെ തിരുപാദപീഠത്തിൽ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങൾ വന്നിരിക്കുന്നത് കർത്താവേ അവിടുത്തെ മാറ്റമില്ലാത്ത സത്യവചനത്തെ ഗ്രഹിക്കുവാനാണ് കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ തടിച്ച ഹൃദയത്തെ അവിടുന്ന് ഉരുക്കി മെഴുകുപോലെയാക്കി അത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസരപ്പടിയിൽ എഴുതി തന്നെ കർത്താവേ, ഞങ്ങൾക്ക് വചനത്തോടുള്ള ഒരു വിശപ്പും ദാഹവും വർദ്ധിപ്പിക്കുമാറാണ് കർത്താവേ. ഞങ്ങൾ സാറ് പറഞ്ഞതുപോലെയുള്ള ഞങ്ങളുടെ ഉള്ളിലും ഭയങ്ങളുണ്ട് കർത്താവേ. ആ ഭയത്തെ മാറ്റി തന്ന് ഞങ്ങളുടെ കർത്താവ് എത്രയോ മഹോന്നതനായ കർത്താവാകുന്നു ഞങ്ങളെ രുചിച്ചറിഞ്ഞിരിക്കുന്നപ്പാ. അവിടുത്തെ മഹത്വമല്ലാതെ ഞങ്ങൾക്കൊന്നും പറയുവാനില്ലപ്പാ. ഞങ്ങൾ ചെളിയിലും ചേറ്റിലും കിടന്ന ഞങ്ങളെ അവിടുന്ന് വീണ്ടെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കത് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു കാലത്ത് ഞങ്ങളൊന്നുമില്ലായിരുന്നപ്പാ. ആ കൃപയല്ലാതെ ഞങ്ങൾക്കൊന്നും പറയുവാനില്ലപ്പാ. അപ്പോൾ വന്നു വരാനിരിക്കുന്നവർ എത്രയും വേഗം വരുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പോൾ ഈ ആലയത്തിൻ്റെ 4 അതിരുകളും മേലും അവിടുത്തെ തിരുരക്തം കൊണ്ട് മുദ്രയിട്ട് കാത്തുകൊള്ളപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, ഞങ്ങൾ കേൾക്കുന്നത് പാഴായി തീരുവാൻ ഇടയാകാതെ കർത്താവെ, വെള്ളത്തിൽ നനയുന്ന നല്ല ആ വേരൂന്നി വളരുന്ന വൃക്ഷം പോലെ അത് തഴച്ചു വളരുവാൻ ഞങ്ങളെ അതിനിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ, കായ്ക്കാത്ത കമ്പുകളെ വെട്ടി തീച്ചൂളയിലിട്ട് കളയുമെന്ന്. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങനെ വരാതെ ഞങ്ങൾ കായ്ക്കുന്ന വിത്തുകളായി വൃക്ഷമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. എന്നാൽ കായ്ക്കുന്ന കമ്പുകളെ വെട്ടി ചെത്തിമിനിക്ക് വീണ്ടും കിളിപ്പിക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങനെ കിളുത്ത തളർത്ത് ഞങ്ങളെടുത്ത പന്തലായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ.
കർത്താവെ ഞങ്ങൾ ദേശത്ത് ഞങ്ങളൊരു വെളിച്ചമായി തീരുവാൻ സഹായിക്കണമേ. കർത്താവെ ഞങ്ങൾ കത്തിക്കുന്ന വിളക്ക് ചെറിയ പറയും കീഴെ വെക്കാതെ തണ്ടിന്മേൽ കൊളുത്തി ആ വെളിച്ചം പകരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കമുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെല്ലാം പാപത്തിൻ്റെ അധീനതയിലാണല്ലോ കർത്താവ്. എന്നാൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി തന്നെ തിരുരക്തത്താൽ ഞങ്ങളെ ഇവിടുന്ന് കഴുകി തന്നതിനായി സ്തോത്രം. ഓരോ ദിനവും ഇവിടുന്ന് കഴുകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എത്ര സ്തുതിച്ചാലും വധിച്ചാലും വന്ദിച്ചാലും തീരാത്തതായ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ തിരുരക്തം കൊണ്ട് ഞങ്ങളെ എല്ലാവരും വീണ്ടും വീണ്ടും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലോകത്തിൻ്റെ ഭാരത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശിവത്തിനെ പ്രാർത്ഥിക്കുന്നു. പനിയുടെ ഭാരത്തിലായിരിക്കുന്ന ആൻറ്റികളെ എല്ലാം പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ സഹോദരിയായി ഇന്നോളാൻറ്റിയെ സമർപ്പിക്കുന്നു. ഇന്നും ശരീരവും തലവേദനയാണെന്ന് കേട്ട് കർത്താവി, എന്നാൽ കർത്താവിൻ്റെ ആ കരം അവിടെ എല്ലാം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം മക്കളെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇനിയും മുന്നോട്ട് കർത്താവിൻ്റെ കരം അവരെ തൊട്ട് ബലപ്പെടുത്തി വഴി നടത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവി മോൻചാനെ കുടുംബമായി സമർപ്പിക്കുന്നു. കർത്താവി അവിടുത്തെ കരം മകനെ തൊട്ട് രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണ ആരോഗ്യത്തോടെ നിർത്തിയതിനായി സ്തോത്രം. കർത്താവി ഈ സത്യവചനം കേൾക്കുവാൻ അനേകർക്ക് എൻ്റെ കൃപ മകനെ കൂടി കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ മഹത്വം അവിടെ എടുത്തിരിക്കുന്നതിനായി സ്തോത്രം. കുടുംബമായി ആൻറ്റിയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബമായി അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ആര്യവും പരിസ്ഥിതിയും രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന ഞങ്ങളുടെ കുറവുകൾ ആർക്ക് ഇന്നത്തെ ഈ ആരാധനയ്ക്ക് തടസ്സമാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കാൽവരി കൂടി ഒഴുകിയ തിരുരക്തം കൊണ്ട് ഞങ്ങളെ എല്ലാവരും വീണ്ടും ഒന്നുകൂടെ കഴുകണമേ കർത്താവി. ഞങ്ങളുടെ കുറവുകൾ പകൽക്കാലം ഞങ്ങളുടെ ചിന്ത നോട്ടം പ്രവർത്തികളെല്ലാം ഞങ്ങൾ തെറ്റുകാരാണ് സമ്മതിക്കുന്നത്. എന്നാൽ കർത്താവി ആ തിരുരക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടും കഴുകി ആലയത്തെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കുറവുകളും ഈ യോഗത്തിന് ഇന്ന് തടസ്സമാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മകനെ ബലപ്പെടുത്തണം, ആത്മീയ ചൈതന്യം കൊടുത്ത് അവിടുന്ന് പുകഴ്ത്തണമേ കർത്താവി. ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവി ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒന്ന് പ്രയോജനപ്പെടുത്തുവാനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപയാൽ നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യാം. കിരിയത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവു നിന്നിടിനും. സരപത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സരപത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടത അനവധി വന്നിടിലും. എൻ പ്രിയൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. മണ്ണോടു മണ്ണ ഞാൻ അമർന്നു പോയാലും എൻ കാന്തൻ യേശു കൈവിടില്ല. മണ്ണോടു മണ്ണ ഞാൻ അമർന്നു പോയാലും എൻ കാന്തൻ യേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ, കൈക്കൊള്ളും മേഴയെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ, കൈക്കൊള്ളും മേഴയെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടത അനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ.
ഒരു പ്രാവശ്യം കൂടി ആ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ പിതാവാൻ ദൈവം നമ്മളെ ആകർഷിച്ച് പുത്രൻ്റെ സന്നിധിയിൽ കൂട്ടിവരുത്തതിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. പതരാതെ നിൽപ്പാൻ, തളരാതെ നിൽപ്പാൻ കർത്താവ് നമുക്ക് ബലം തരുന്നതിനായി സ്തോത്രം. കാന്തൻ നമ്മളെ കാക്കും, നമ്മളെ പോറ്റും, നമ്മളെ പുലർത്തുന്ന ഈ ദൈവം എത്ര നല്ലവൻ, എത്ര വല്ലവൻ. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. പാഠപുസ്തകത്തിലെ 9-ാമത്തെ അല്ല 10-ാമത്തെ പാഠപുസ്തകത്തിലെ 10. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്താവേ, നല്ലവനാം വെളിപ്പെടുമേ. നല്ലവനാം കർത്താവേ, നല്ലവനാം വെളിപ്പെടുമേ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം.